ഹലോ നമസ്കാരം. കേരള കണക്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും ഓരോ ദിവസവും നമ്മൾ വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ടും വ്യത്യസ്തമായ ഗസ്റ്റുകളുമായിട്ടാണ് കേരള കണക്റ്റിൽ എത്താറ്. ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂടി വരുന്ന ആത്മഹത്യാ പ്രവണത നമുക്ക് കാണാൻ പറ്റും. അതിപ്പം അതിന് പ്രായമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കൊച്ചു കുട്ടികൾ മുതൽ ഏത് പ്രായക്കാർ വരെയും അങ്ങനെ ഒരു ചിന്തയിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും അതിനുള്ള കാരണങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് ശ്രീ മാത്യൂസ് വെങ്ങലാണ്, ഫൗണ്ടർ ഡയറക്ടർ ഓഫ് സഞ്ജീവനിയാണ്. വെൽക്കം ടു ദി ഷോ സർ. ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത് ഒരു ഏജ് ഗ്രൂപ്പ് നമുക്കിപ്പോൾ പർട്ടിക്കുലർലി പറയാൻ പറ്റാത്ത രീതിയിലാണ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ നേരിടാം ഈ ഒരു സിറ്റുവേഷനെ? ഇന്നിപ്പോഴേ ആത്മഹത്യക്ക് പ്രധാനമായിട്ടൊരു കാരണം പ്രത്യേകിച്ച് പറയാനൊക്കത്തില്ല. ഇതൊരു ഒരു 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 പ്രത്യേക കാരണം മാത്രമല്ല ഉള്ളത്, മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. ഏത് കാരണം കൊണ്ടാണോ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പ്രായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇന്ന് നമ്മൾ പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും, കൊച്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ വളരെയധികം വാർദ്ധക്യത്തിലെത്തിയവർ വരെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കുണ്ടാകാവുന്ന മാനസികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് അതിനെ ആധാരമാക്കിയായിരിക്കും. ഒരു മൾട്ടി ഫാക്ടോറിയൽ റീസൺസ് ആണുള്ളത്. ഒറ്റ കാരണം കൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അതാണ് പ്രത്യേകിച്ച് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. ശരിക്കും നമ്മൾ ഇപ്പോഴാണ്, പണ്ടത്തെ കാലങ്ങളിൽ നമ്മൾ കുട്ടികൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നുള്ള അങ്ങനെ കേൾക്കാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ വളരെ റീസെൻ്റ്ലി കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത എന്ന് പറയുന്നത്. അത് ഇൻക്രീസ് ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു പണ്ട് കാലത്ത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് മാറി ഇപ്പോൾ അണുകുടുംബത്തിലേക്ക് വന്നിരിക്കുകയാണ്. അണുകുടുംബ വ്യവസ്ഥിതി വന്നപ്പോൾ സഹകരിക്കാനും പിന്നെ കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് തൻ്റെ ഉള്ളിൽ വ്യാപാരങ്ങൾ മറ്റൊരാൾ പങ്കുവെക്കാനായിട്ട് ആളില്ല. അതാണ് ഏറ്റവും വലുത്. പണ്ട് കാലത്ത് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ നമ്മുടെ കുട്ടികളുമായിട്ട് പല കാര്യങ്ങളും പങ്കുവച്ചിരുന്നു. ആ പങ്കുവെക്കൽ ഇന്ന് നടക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ സാധാരണ ഇതിൽ സങ്കടം വന്നാൽ എന്താ ചെയ്യുന്നത്? സങ്കടം വന്നാൽ എന്താ നമ്മൾ ചെയ്യുന്നത്? സങ്കടം വന്നാൽ കരയണം. അതേസമയം വിഷമം വന്നാലോ പങ്കുവെക്കണം. ഇത് രണ്ടും നടക്കുന്നില്ല. കരയുന്നില്ല, പങ്കുവെക്കൽ നടക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും വളരെയധികമായിട്ട് ബാധിക്കുന്നുണ്ട് എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരെയും. വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന അവസരത്തിൽ അവർക്ക് പങ്കുവെക്കാനായിട്ട് ഇന്ന് ആളില്ല. ഒരു സുഹൃത്ത്, ഇൻറ്റിമസി ഉള്ള ഒരു സുഹൃത്തിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് ഇന്ന് പലപ്പോഴും ഉള്ളത്. ഓക്കെ, അത് ശരിയാണ്. ശരിക്കും പലപ്പോഴും കുട്ടികളുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുക, അല്ലെങ്കിൽ ഫോൺ ചോദിച്ചിട്ട് തന്നില്ല, അല്ലെങ്കിൽ വാങ്ങിത്തരാൻ പറഞ്ഞ സാധനം തന്നില്ല, ഇതൊക്കെ കാരണമാണ് ശരിക്കും ഇങ്ങനെയുള്ള പല ഇൻസിഡൻസും നമ്മൾ കേൾക്കുന്നത്. അപ്പം ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു വലിയൊരു ധൈര്യം കൂടെ വേണമല്ലോ. ഈ കുട്ടികളിൽ എങ്ങനെയാണ് ഇങ്ങനൊരു തോട്ട് വരുന്നത്? ഇമ്പൾസീവ് റിയാക്ഷൻ കൊണ്ട് സംഭവിക്കാം. ഇപ്പോൾ ഒരു ഫോൺ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാൽ മനസ്സിന് പ്രയാസങ്ങൾ ഒരു വശത്തോട് അടിഞ്ഞടിഞ്ഞ് കിടക്കുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് സംഭവിക്കുമ്പോൾ ഒരു ഇമ്പൾസീവ് റിയാക്ഷൻ കൊണ്ട് സംഭവിക്കാം. അല്ലാതെ കരുതിക്കൂട്ടിയുള്ള ദേ വിൽ ഗിവ് സം സിഗ്നൽസ്. ആത്മഹത്യക്ക് തുനിയുന്നവർ ചില സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കുക. അത് വാക്കിലൂടെ ആവാം, സംസാരത്തിലൂടെ ആവാം, പ്രവൃത്തിയിലൂടെ ആകാം. ചിലപ്പോൾ അവർ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കുട്ടികൾ വളരെ പിന്നെ സന്തോഷമായിട്ട് നടക്കുന്നവർ പെട്ടെന്ന് അവർ മൂകതയിലേക്ക് പോകും. വളരെ അധികം സംസാരിക്കാതാകുക, ഡ്രസ്സിലൊന്നും ശ്രദ്ധിക്കാതിരിക്കുക, അമിത ഭക്ഷണം കഴിക്കുക, ചിലപ്പോൾ ഭക്ഷണം തീരെ വേണ്ടാന്ന് വെക്കുക, അതുപോലുള്ള ആക്ഷനിലേക്ക് പോകും. പിന്നെ യൂണിപോളാർ ആൻഡ് ബൈപോളാർ ഡിസോർഡർ. യൂണിപോളാർ എന്ന് പറഞ്ഞാൽ അതിൽ ഉന്മാദം അല്ലെങ്കിൽ ഡിപ്രഷൻ, അതായത് മാനിക് ഫേസും ഉണ്ട്, ഡിപ്രസീവ് ഫേസും ഉണ്ട് ബൈപോളാറിൽ വരുന്നത്. അപ്പോൾ അത് പല എപ്പിസോഡിലായിട്ട് അത് ഉണ്ടായി എന്ന് വരാം. അതിനൊക്കെ നമ്മൾ അങ്ങനെയുള്ളത് കണ്ടെത്തിയാൽ ഒരു സൈക്കാട്രി ഡോക്ടർക്കോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനോ അതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക്
റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഞങ്ങൾ ചെയ്യാറുള്ളത്. അപ്പോൾ എപ്പോഴും നല്ല മാനസികാരോഗ്യത്തിൻ്റെ കുറവാണ് ഈ കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഡോക്ടർ സഞ്ജീവനി എന്ന് പറയുന്ന ഒരു ബീഫ്രണ്ടിങ് സെൻറ്റർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും ഈ കൗൺസിലിങ്ങും ബീഫ്രണ്ടിങ്ങും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്? ഇത് രണ്ടും രണ്ടാണ്. ആക്ച്വലി നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് അറിയാം, ബീഫ്രണ്ടിങ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം പരിചിതമായിട്ടില്ല. ബിഫ്രണ്ടിങ് എന്ന് പറയുന്നത് ബീയിങ് എ ഫ്രണ്ട്, ഒരാളുടെ സുഹൃത്തായിട്ട്, ആത്മാർത്ഥമുള്ളൊരു സുഹൃത്തായിട്ട് ഏത് കാര്യവും തുറന്നു പറയാവുന്ന ഒരു സുഹൃത്തായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ബീഫ്രണ്ടേഴ്സ് എന്ന് പറയുന്നത്. ബീഫ്രണ്ടേഴ്സിൻ്റെ ഒരിക്കൽ അവർ പ്രശ്നം അവതരിപ്പിക്കുക, അവരുടെ പേര് പറയേണ്ട, എവിടെ നിന്നാണെന്ന് പറയേണ്ട, ആരാണ് വിളിക്കുന്നതെന്ന് പറയേണ്ട, ഫോണിലൂടെ ആയാലും നേരിട്ടായാലും അവരുടെ പ്രശ്നങ്ങൾ മാത്രം അവതരിപ്പിക്കുക. അതിന് അവർ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള മാർഗം എന്താണെന്നുള്ളത് അവരെക്കൊണ്ട് തന്നെ ചിന്തിപ്പിച്ച് അതിലൂടെ ഒരു പരിഹാരം അവർക്ക് കണ്ടെത്താൻ കഴിയും. സാധാരണഗതിയിൽ അവർക്ക് ഒരു പ്രയാസം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കോൺഫിഡൻഷ്യലായിരിക്കും. നമ്മൾ ഒരു കാര്യം അവരുടെ അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതേസമയം തന്നെ അവരെന്ത് പറഞ്ഞാലും അത് വളരെ 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 അധികം കോൺഫിഡൻഷ്യലായിട്ട് നമ്മൾ സൂക്ഷിക്കും. അതുകൊണ്ട് അവർക്ക് ഈ ബിഫ്രണ്ടറോട് ഒരു പ്രത്യേകമായ വിശ്വസ്തത തോന്നും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ കുക്കറിൽ പ്രഷർ നിറഞ്ഞ് നിൽക്കുന്ന കഴിയുമ്പോൾ അതിൻ്റെ വാൽവ് അല്പം റിലീസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണോ ആ പ്രഷർ പുറത്തേക്ക് പോകുന്നത്, അതുപോലെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ സ്ട്രെസ്സ് ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ആ പ്രയാസം പുറത്തേക്ക് പോകും. അത് കഴിയുമ്പോൾ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. അത് ഇൻ വൺ വേ ഇറ്റ് ഇസ് എ ടോക്കിംഗ് തെറാപ്പി. നമ്മളൊന്നും ബീഫ്രണ്ടർ ഒന്നും അങ്ങോട്ട് സംസാരിക്കാറില്ല, അധികം കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബീഫ്രണ്ടിൽ വോളണ്ടിയേഴ്സായിട്ട് ഞങ്ങൾക്ക് ധാരാളം ആൾക്കാരെ ആവശ്യമുണ്ട്. സത്യത്തിൽ ഞങ്ങൾ ഒരു പൈസ ആരോടും വാങ്ങുന്നുമില്ല, ഒരു പൈസ ആർക്കും കൊടുക്കുന്നില്ല. ഇറ്റ്സ് ടോട്ടലി ഒരു വോളണ്ടിയർ സർവീസാണ്. ഒരു തരത്തിലും ഞങ്ങൾ ആരെയും ടാക്സ് ചെയ്യത്തില്ല. 4 മണിക്കൂർ തുടർച്ചയായിട്ട് ആഴ്ചയിലൊരിക്കൽ 4 മണിക്കൂർ വർക്ക് ചെയ്തിരിക്കണം. അതാണ് ഒരു ബീഫ്രണ്ടർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇപ്പോൾ ഞങ്ങൾക്ക് സഞ്ജീവനി എന്ന് പറയുന്നത് പാറോട്ടുകോണത്താണ് അത് സ്ഥാപനമുള്ളത്. അവിടെ രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഒരു സ്ലോട്ടിൽ വോളണ്ടിയേഴ്സ് ഉണ്ടാവും, സന്നദ്ധ പ്രവർത്തകരുണ്ട്. 1 മണി മുതൽ 5 മണി വരെ അടുത്തൊരു ബാച്ച് ഉണ്ടാവും. ഞങ്ങൾക്ക് വേണ്ട 27ഓളം ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇതിന് പ്രത്യേക ട്രെയിനിങ് ലഭിക്കണം. വോളണ്ടിയേഴ്സായിട്ട് വരുന്നതിന് മുമ്പ് ഇൻറ്റൻസീവ് ട്രെയിനിങ് കൊടുക്കും. അത് തന്നെ മാത്രമല്ല, ഞങ്ങൾക്ക് മന്ത്ലി മീറ്റിംഗ് ഉണ്ട്. അത് എല്ലാ മാസവും മീറ്റിംഗ് നടക്കുന്ന അവസരത്തിൽ ഒരാൾ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് സംസാരിക്കും. പിന്നീട് വന്നിട്ടുള്ള കോളുകൾ അല്ലെങ്കിൽ വിസിറ്റ് ബീഫ്രണ്ടിങ്ങിന് വന്നിട്ടുള്ള കാര്യങ്ങൾ അത് പറയും. അത് പേര് പറയത്തില്ല, ആരാണോ എവിടെ നിന്നാണെന്നൊന്നും പറയില്ല. അനോണിമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പ്രശ്നം അവതരിപ്പിക്കും. ആ കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾക്ക് ഇവിടെ സഞ്ജീവനിയിൽ ഏറ്റവും നല്ല വോളണ്ടിയേഴ്സ് ഇന്ന് ലോകത്തിൽ കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഏറ്റവും സ്നേഹവും സന്തോഷവും സമാധാനമുള്ള നല്ല ഫ്രണ്ട്ഷിപ്പുള്ള കുറേ സുമനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണ് സഞ്ജീവനി ബീഫ്രണ്ടിങ് സെൻറ്റർ പറയുന്നത്. ഓക്കെ, ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ നല്ലൊരു ഫ്രണ്ട് ആകുക എന്നുള്ളത് കൂടിയാണല്ലോ അല്ലേ? ഫ്രണ്ട്സ് ആണല്ലോ കേൾക്കുന്നത്. പലപ്പോഴും ഈ നല്ല കൂട്ടുകാരില്ലാത്തത് കൊണ്ടായിരിക്കുമോ ഈ പറയുന്ന പോലുള്ള പ്രശ്നങ്ങൾ കൂടുന്നത്? കൂട്ടുകാരാകാൻ മനസ്സില്ല എന്നുള്ളതും ഉണ്ടല്ലോ. സമയമില്ല, അതിനുള്ള മനസ്സില്ല, സമയമില്ല, കൂട്ടുകൂടാനുള്ള ഒരു എന്തായാലും പറയുന്നത് അതിനുള്ള താല്പര്യമില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് പിന്നെ വേണ്ടേ കൂട്ടുകൂടാനുള്ള സമയം. അധിക സമയവും ഫോണിലൂടെയും ഒക്കെയാണ് ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ഛനമ്മമാർ തന്നെ ഞങ്ങൾക്ക് അവിടെ കൗൺസിലിങ്ങും ബിഫ്രണ്ടിങ്ങും വ്യത്യാസമുണ്ട്, അത് ഞാൻ പറയാം. ബിഫ്രണ്ടിങ്ങിന് വന്ന ഒരു അച്ഛൻ മകനോട് സംസാരിച്ചത് അവിടെ നിന്ന് തന്നെ ഫോണിലൂടെയാണ്.
അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ വീട്ടിലെങ്ങനെ? മകൻ വീട്ടിൽ മേളത്തെ നിലയിൽ, ഞങ്ങൾ താഴത്തെ നിലയിലാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവന് മെസ്സേജ് അയക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ വരിക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് മക്കളോടുള്ള ബന്ധത്തിൽ പോലും ഡിസ്റ്റൻസ് വന്നിരിക്കുന്നു, അകലം വന്നിരിക്കുന്നു. അത് ആ ഇൻറ്റിമസിയുടെ പാർട്ടായിട്ട് അത് കുറഞ്ഞു വരികയാണ്, ഇൻറ്റിമസി കുറഞ്ഞു വരുന്നുണ്ട്. അതാണ് ശരിക്കും ഈ സ്ത്രീകൾ ഇപ്പോൾ ഈ പറഞ്ഞൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൂമിലിരിക്കുക എന്നുള്ളത് പുരുഷന്മാരാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീടുണ്ടെന്നുണ്ടെങ്കിൽ മകൻ റൂമിലായിരിക്കും, ഈ പറയുന്ന പോലെ ആഹാരം കഴിക്കാൻ നേരത്തെ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ നമ്മുടെ ഈ ആത്മഹത്യയുടെ റേറ്റ് നോക്കുമ്പോഴും അതുപോലെ തന്നെ പുരുഷന്മാരിൽ കൂടുതലാണോ ആത്മഹത്യ? പുരുഷന്മാരിലാണ് ആത്മഹത്യ കൂടുതൽ, എന്നാൽ ശ്രമിക്കുന്നത് സ്ത്രീകളാണ് കൂടുതൽ. ഞങ്ങളുടെ കണക്കനുസരിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത്, എന്നാൽ അധികവും അത് വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പുരുഷന്മാർ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുള്ളത് കൃത്യമായിട്ടത് നിറവേറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കേസുകളാണ് കണക്കുകൾ എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സഞ്ജീവനി 1915 തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഏതാണ്ട് 200ഓളം ആക്റ്റീവ് സൂയിസൈഡിൽ നിന്ന് ഞങ്ങൾക്ക് അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു കാര്യമാണ്. ആക്റ്റീവ് സൂയിസൈഡ് 200ഓളം പേരെ ആക്റ്റീവ് സൂയിസൈഡ് ഞങ്ങൾ സമയത്ത് ഇൻ്റർവ്യൂ ചെയ്തില്ലായിരുന്നെങ്കിൽ 200 പേര് ഇന്ന് ഭൂമുഖത്ത് അവശേഷിക്കുകയില്ലായിരുന്നു എന്നുള്ള തീർച്ച. ഒരു 10,000-8,000ഓളം കോളുകൾ, വിസിറ്റ്സും കോളുമായിട്ട് ഇതിനകം സഞ്ജീവനി വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അതിന് റിലീഫ് കിട്ടിയിട്ടുണ്ടെന്ന് ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറയണമെന്ന് വെച്ച കാര്യമാണ്, അതായത് ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നേരത്തെ ഈ പേടി എന്നൊരു കാര്യം ഇല്ലേ എന്ന് ഞാൻ ചോദിച്ചില്ലേ. അപ്പം ശരിക്കും ഒരാളിപ്പോൾ ഈ പറയുന്ന പോലെ വിഷമത്തിലായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ആ ഒരു മൊമെൻറ്റിലോട്ട് എത്തി നിൽക്കുകയാണെന്ന് കൂടെ ഉള്ളവർക്ക് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശരിക്കും പലപ്പോഴും അറിയാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു, അതായത് മരിക്കുന്നതിന് തൊട്ട് മുന്നേ ഒരാൾ എടുത്ത വീഡിയോ ആണ്. വളരെ ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത മൊമെൻറ്റിലാണ് ആൾ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ശരിക്കും ചുറ്റിനും ഉള്ളവർക്കും കൂടെ ഇതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ ശരിക്കും ഒരു പരിധിവരെ നമുക്കത് ആ ഒരു എൻഡിലെങ്കിലും ചെന്ന് പിടിച്ചു നിർത്താൻ പറ്റില്ലേ? ആക്ച്വലി ഇറ്റ് ഈസ് എ ക്രൈ ഫോർ ഹെൽപ്പ്. ആരും ജീവൻ നഷ്ടപ്പെടുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അതിലേക്ക് അങ്ങ് വഴുതി വീഴുന്നതിന് മുമ്പ് വരെ സഹായം എവിടെന്നെങ്കിലും കിട്ടുമോ എന്നവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെ ഇരുന്നു എന്ന് പറയുന്നല്ലോ. അതിന് മുമ്പ് ഒരല്പസമയം, ഒരാഴ്ച മുമ്പ് മുതൽ, അല്ലെങ്കിൽ അതിന് മുമ്പോ ആളുടെ വ്യക്തിത്വം എങ്ങനെയായിരുന്നു, ആളുടെ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഒരുപക്ഷെ അയാൾ അന്ന് ഇത്രയും ഉല്ലാസവാനായിട്ട് കണ്ടിരിക്കില്ല. ചിലർ ആത്മഹത്യക്ക് മുമ്പായിട്ട് പുതിയ വേഷങ്ങളൊക്കെ ധരിച്ച് നല്ല ചില വിവാഹത്തിന്, ഇന്നലത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു, വിവാഹത്തിൻ്റെ അന്ന് ആത്മഹത്യ ചെയ്തു, വിവാഹ ദിവസം ആത്മഹത്യ. അപ്പോൾ എത്രമാത്രം പന്തലൊക്കെ ഒരുക്കി വലിയ ആഗ്രഹത്തോടുകൂടി അച്ഛനമ്മമാരും സുഹൃത്തുക്കളും ഒക്കെ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ ആണ് ആത്മഹത്യ നടക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും സന്തോഷമായ ഒരു ഇവൻറ്റിലേക്ക് വരുന്ന സമയത്തായിരിക്കും ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അവർ മനസ്സിൽ നേരത്തെ ഉറപ്പിച്ചിട്ടുണ്ടാവണം. എന്നാൽ ആ എന്തെങ്കിലും ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ട്. ആ കാരണത്തെക്കുറിച്ച് അവർ നേരത്തെ മറ്റാരോടെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. ആ സിഗ്നൽസ് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻഡ് വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാറ് വലത്തേക്ക് തിരിയുന്നു എന്നുള്ളതിന് വലതുവശത്തെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും, സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കും, വലത്തേക്ക് തിരിയാൻ പോവുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ ദേ വിൽ ഗിവ് സം സിഗ്നൽസ്, ചില സിഗ്നലുകൾ തന്നുകൊണ്ടിരിക്കും. പരിചയം സിദ്ധിച്ച ഞങ്ങളെപ്പോലുള്ള വോളണ്ടിയേഴ്സിന് ആ സിഗ്നൽ കണ്ടാൽ മനസ്സിലാകും. ആ സിഗ്നൽ എന്താണെന്ന് മനസ്സിലാക്കി എല്ലാ മാതാപിതാക്കൾക്കും ഒക്കെ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഞാനൊരു നിസ്സാര കാര്യം പറയാം. കുട്ടികൾക്ക് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഇങ്ങനെ ചില ബുദ്ധികൾ, പഠന വൈകല്യങ്ങളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്കോ ചില അധ്യാപകർക്കോ പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അത് കണ്ടെത്തിയാൽ മാത്രം, എന്തുകൊണ്ട് ആ കുട്ടി ബോർഡിൽ നോക്കിയിട്ട് എഴുതാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാൻ കഴിയുന്നില്ല, ആ കുട്ടി ഡിസ്ലെക്സിക് ആയിരിക്കാം.
അത് മനസ്സിലാക്കാതെ ആ കുട്ടിയെ തല്ലിയിട്ട് എന്താ കാര്യം? അച്ഛനമ്മമാർ വെറുതെ തല്ലിയിട്ട് ശിക്ഷിച്ചിട്ട് കാര്യമില്ല. നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. ഹലോ. ഹലോ, ഹായ്, ഇതാരാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് സാബു ആണേ. ഓക്കെ സാബു, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. ശരി ശരി സാറേ, പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. സാറേ, ഇപ്പോൾ ഈ ചെറിയ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നുണ്ടല്ലോ സാറേ. ഈ കഴിഞ്ഞ ദിവസമാണേലും നമ്മുടെ അടുത്ത് തന്നെ ഒരു പയ്യൻ ഇതുപോലെ പെട്ടെന്ന് എല്ലാ കുട്ടികളുമായിട്ട് സന്തോഷമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട ശേഷം പെട്ടെന്ന് ആത്മഹത്യ ചെയ്തു. രാവിലെ വീട്ടുകാർ വന്ന് കഥക് തുറന്ന് പൊളിച്ചു നോക്കുമ്പോഴാണ് ഇത് കാണുന്നത്. അവൻ ബാംഗ്ലൂര് ആ കുട്ടി പഠിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ഒത്തിരി കുട്ടികൾക്ക് ഇപ്പൊ ഇങ്ങനെ ഈ ഒരു ഇതുണ്ടാകുന്നുണ്ട്, ആത്മഹത്യാ പ്രേരണ. എന്തുകൊണ്ടായിരിക്കും സാർ അത്? കുട്ടികളുടെ ഇമ്പൾസീവ് റിയാക്ഷൻ ആകാം. അല്ലെങ്കിൽ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞത് ആലപ്പുഴ വന്നിരുന്ന അവസരത്തിൽ അവിടുത്തെ പശ്ചാത്തലത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി നിർബന്ധത്താൽ അവിടെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത്, ബിഫ്രണ്ടിങ് ചെയ്യുന്നത് വെച്ചാൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ആളിനെ ആ ശ്രമം നടക്കുന്ന അവസരത്തിൽ അവരെ അതിന് തൊട്ട് മുമ്പായിട്ട് ഇൻ്റർവ്യൂ ചെയ്താലേ നടക്കുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്കിടെ ഉള്ളൊരു സ്വഭാവ വ്യത്യാസങ്ങൾ അത് ഒരു ദിവസം കൊണ്ടായിരിക്കില്ല. അതിന് വളരെ ശ്രദ്ധിച്ചാൽ, മാതാപിതാക്കളോ മറ്റുള്ളവരോ വേണ്ടപ്പെട്ടവരോ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവർ ഈ അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ. ആ വ്യതിയാനങ്ങൾ മനസ്സിലാകും. ഇപ്പോൾ കാർമേഘം ഉരുണ്ടുകൂടുമ്പോൾ നമുക്കറിയാം മഴ പെയ്യും അല്ലെങ്കിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാർമേഘം കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും. അത് അങ്ങനെയുള്ള ചില സിഗ്നൽസ് ഉണ്ട്. ആ സിഗ്നൽസ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിയും. എല്ലാ ഇൻ്റർവെൻഷനും ശരിയാവണമെന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഡോക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്നു, എല്ലാ ഓപ്പറേഷനും വിജയിക്കും ഇല്ല, എല്ലാ മരുന്നും വിജയിക്കുന്നുണ്ടോ ഇല്ല. അതുപോലെ ആത്മഹത്യാ ശ്രമത്തിലും നമുക്ക് അവരെ തടയാൻ ശ്രമിക്കാൻ പറ്റും. ആത്മഹത്യ നമുക്ക് സമയത്ത് ഇടപെട്ടാൽ അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. അതിൽ നിന്ന് മാറ്റാൻ കഴിയും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ശരിക്കും മറ്റൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചത്, ഈ പലരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിലെ കാര്യങ്ങൾ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല, പലതും സീക്രട്ടായിട്ട് വെക്കേണ്ട സീക്രട്ടായിട്ട് തന്നെ വെക്കണം, ഒരു ഓപ്പൺ ബുക്കായി മാറരുത് എന്നൊക്കെ. ചില ആളുകൾ ഭയങ്കര ഓപ്പൺ ബുക്കായിരിക്കും. അപ്പോൾ ശരിക്കും ഈ പറയുന്ന നമ്മുടെ ലൈഫിലെ സീക്രട്സ് നമ്മളിങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാതിരിക്കുന്നതും ഒരു ഡേഞ്ചർ അല്ലേ? വ്യക്തിപരമായി സൂക്ഷിക്കേണ്ട രഹസ്യങ്ങൾ സൂക്ഷിക്കുക തന്നെ ചെയ്യും. അതല്ല പ്രധാനമായിട്ടുള്ളത്, അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന അതാണ് പങ്കുവെക്കുക. ആ വേദനയുടെ കാരണങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഈ വേദനയുടെ കാരണങ്ങളായിരിക്കും പലപ്പോഴും അവരുടെ സീക്രട്ട് എന്ന് പറയുന്നത്. സീക്രസി ഒരുപാട് സൂക്ഷിക്കുന്നത് ഇതിലേക്ക് വഴി അത് സാധാരണയിൽ വളരെ സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ, മറ്റുള്ളവരോട് പറയാത്ത കാര്യങ്ങൾ, സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ പറയാത്ത കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് വോളണ്ടിയേഴ്സിനോട് ഷെയർ ചെയ്യാറുണ്ട്. അവർക്ക് ഞങ്ങളിലുണ്ടാകുന്ന വിശ്വാസം അതാണ് പ്രധാനം. ഈ ആളിനോട് പറഞ്ഞാൽ അത് വെളിയിൽ പോകില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. ആ വിശ്വാസതയുടെ പുറത്താണ് അവർ നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഒരല്പസമയം സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഒന്നൊന്നായിട്ട് പറയും. എനിക്ക് ഓർമ്മയുള്ളത്, ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കേട്ടോണ്ടായിരിക്കുന്നത്, അല്ല സംസാരിക്കുകയല്ല അധികം. 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഒരു സ്ത്രീയെ കേട്ടുകൊണ്ടിരുന്നു. അവർ പറഞ്ഞത്, എൻ്റെ അവസാനം 4 മണിക്കൂർ 8 മണിക്ക് വന്ന് 12:30 മണി കഴിഞ്ഞപ്പോഴാണ് 12:30 മണിയായപ്പോൾ പറഞ്ഞു, സാറേ ഇനിയുള്ള കാര്യം ഞാൻ പറയാമല്ലോ, എനിക്ക് 3 പെൺകുട്ടികളാണ്, ആ 3 കുട്ടികളെയും വിഷം കൊടുത്ത് കൊന്നിട്ട് ഞാൻ തൂങ്ങിച്ചാൻ ഉദ്ദേശിച്ചിരിക്കുകയായിരുന്നു. അതിനുള്ള എല്ലാ സമയത്തും വിഷമെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടാണ് വന്നത്. ഇത്രയും സാറ് പറഞ്ഞപ്പം സാറിനോട് ഞാനിത് തുറന്ന് പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര നോക്കണം, 4.5 മണിക്കൂർ എടുത്തു അവർ ഒന്ന് പറയണേ. അപ്പം അത്രമാത്രം വിശ്വാസം എന്നിലുണ്ടായപ്പോൾ മാത്രമേ അവർ പറയുള്ളൂ. അതാണ്
ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ എത്രയും അവരോട് അത്രമാത്രം നമ്മൾ അവരോട് അടുപ്പത്തിൽ പെരുമാറി, അതിൻ്റെ ട്രെയിനിങ് ഉണ്ട്, അതിന് ചില ട്രെയിനിങ്ങൊക്കെ നമുക്ക് തരും. എങ്ങനെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെയുള്ള. ശരിക്കും പലപ്പോഴും നമുക്ക് ഈ പറയുന്ന പോലെ അതിന് തൊട്ട് മുന്നേ ഇടപെട്ട് കഴിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു അഡൾട്ട് ആണെന്നുണ്ടെങ്കിൽ അയാൾ സ്വയം വരേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ കിഡ്സിലോട്ടും അല്ലെങ്കിൽ ചെറുപ്പക്കാർ ടീനേജേഴ്സിലൊക്കെ എത്തുമ്പോൾ ശരിക്കും പേരൻസ് അതിൽ ഇടപെടണം പല സമയങ്ങളിലും അല്ലേ, അവരിൽ ഈ സിഗ്നൽസ് വരുന്ന സമയത്ത്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് ശരിക്കും ഈ പറയുന്ന കൗൺസിലിംഗ് അല്ലെങ്കിൽ ബീഫ്രണ്ടിങ്ങിന് കൊണ്ടുവരണം എന്ന് നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം. നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഹായ്, നമസ്കാരം, കേരള കണക്കിലേക്ക് സ്വാഗതം. ധാരാണ്? നമസ്കാരം, ഞാൻ ഏറ്റുമാനൂരിൽ. ഏറ്റുമാനൂരിന്ന്. പേരെന്താണ്? എന്തോ? രവി. ഓക്കെ, രവി സംസാരിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഇപ്പൊ ഈ ഭാരതത്തിൽ ഈ ആത്മഹത്യാ പ്രവണതകൾ കൂടി വരാനുള്ള കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ നമ്മുടെ പഴയ കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ മാറുകയും ഈ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു വേദി ഇല്ലാതാവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ളത്. അതുകൂടാതെ ഈ വിദ്യാഭ്യാസ സ്കൂളുകളിൽ പോലും ഈ ഒറ്റപ്പെട്ടു പോകുന്ന ആ കൊച്ചു കുട്ടികൾക്ക് ഇതൊന്ന് അവരെന്താ അവയർനെസ് കൊടുക്കാനുള്ള സംവിധാനങ്ങളുമില്ല. ബോധവൽക്കരണം എന്ന് കരുതി എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിലൊരിക്കലൊരു ജാഥയോ റാലിയോ നടത്തുന്നതിനപ്പുറം ഈ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാതാകുകയും ഈ പരസ്പരം അവരുടെ ദുഃഖങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ഇല്ലാത്തൊരു അവസരം ഉള്ളതുകൊണ്ട്, അല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടല്ലേ ഇത്തരം ഒരു ആത്മഹത്യ പ്രവണതകൾ കൂടാൻ കാരണം. അതെ, അതൊരു കാരണം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഈ മാനസിക ആരോഗ്യം സാധാരണ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് സാധാരണ ശാരീരിക ആരോഗ്യം ഇല്ലെങ്കിൽ ഉടനെ നമ്മൾ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കാനോ അല്ലെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രതിവിധികൾ തേടാൻ നമ്മൾ ശ്രമിക്കും. എന്നാൽ മാനസിക ആരോഗ്യത്തിന് കുറവ് വന്നാൽ അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കുന്നില്ല. മാനസിക ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസിക ആരോഗ്യവും വളരെ പ്രധാനമാണ്. മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ ഞങ്ങൾ പിന്നെ ഏഷ്യാനെറ്റുമായിട്ടൊക്കെ ചേർന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. സഞ്ജീവനിയായിട്ട് അങ്ങനെ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സുകൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സിന്, NSSന്, നാഷണൽ സർവീസ് സ്കീം, ഇങ്ങനെ പലയിടത്തും പല സ്കൂളുകളിലും. ഇപ്പോൾ അടുത്ത ജൂൺ 6-ാം തീയതി തന്നെ ഒരു പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു ക്ലാസ്സുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് പല ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഈ എന്താ അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് രവി. നമ്മുടെ വാട്സപ്പിൽ റോബിൻ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, കുടുംബത്തിലെ പിന്തുണയില്ലായ്മയും അതുപോലെ ഗാർഹിക പ്രശ്നങ്ങൾ, തലമുറകൾ തമ്മിലുള്ള അകൽച്ച, ഇതിൻ്റെയൊക്കെ പങ്ക് ഈ ഒരു സൂയിസൈഡൽ തോട്ടിൽ എത്രത്തോളം ഉണ്ട്? ഈ തലമുറകളെക്കുറിച്ച് പറയുമ്പോൾ അച്ഛനമ്മമാർ റോൾ മോഡൽസ് ആകണം. കുട്ടികൾ ആരെയാണ് റോൾ മോഡലായിട്ട് കാണുന്നത്, അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. എൻ്റെ റോൾ മോഡൽ ആരാണോ ആ റോൾ മോഡലിന് എന്നെ അധികം സ്വാധീനിക്കാൻ കഴിയും. ആ ഒരു കാര്യത്തിൽ കുടുംബത്തിൽ ഉള്ള ഒരു കുടുംബ ഐക്യം, കുടുംബത്തിലുള്ള പരസ്പര ധാരണകൾ, പെരുമാറ്റം, കുടുംബ ബന്ധങ്ങൾ ഒക്കെ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ട് കാലത്ത് കുറേ കൂടുതലായിട്ടുണ്ടായിരുന്നു, കൂട്ടുകുടുംബം ഉണ്ടായിരുന്നതുകൊണ്ട് അത് വളരെ കൂടുതലായിരുന്നു. ഇപ്പോൾ അണുകുടുംബം ആയതോടുകൂടി വളരെ വ്യത്യാസമായി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ശരിക്കും നേരത്തെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ പറയുന്ന പോലെ മാതാപിതാക്കൾ ഇടപെടണമല്ലോ, കുട്ടികളും ടീനേജേഴ്സും ഒക്കെ ഇങ്ങനെ എന്തെങ്കിലും പ്രവണത കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരാണല്ലോ കൊണ്ടുവരേണ്ടത് ബീഫ്രണ്ടിങ്ങിനാണെങ്കിൽ. അപ്പം ഏതൊരു സമയത്താണ് അത് ഇടപെടണം? പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല.
അങ്ങനെ എടുക്കണം, ആ ഒരു തെറാപ്പി എടുക്കണം എന്നൊരു തീരുമാനം പേരൻസ് എപ്പോഴാണ് ചെയ്യേണ്ടത്? കാര്യം പലപ്പോഴും കൊച്ചു കുട്ടികളിൽ വരെ, നമ്മളിപ്പോൾ ഒരു 5-6 വയസ്സുള്ള കുട്ടി വരെ ആത്മഹത്യാ ശ്രമം നടത്തി എന്നുള്ളത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നതിൽ സത്യം എന്ത്, തമാശയ്ക്ക് പറഞ്ഞതാണോ എന്നൊക്കെ പലപ്പോഴും മാതാപിതാക്കൾക്ക് കൺഫ്യൂഷൻ കാണും. അപ്പോൾ എങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇത് നമ്മൾ എന്തായാലും തെറാപ്പി എടുക്കണം എന്നൊരു തോന്നലിലോട്ട് എത്തേണ്ടത്? കുട്ടികളുടേതായിട്ടുള്ള സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനം, നിലവിലുള്ള ഒരു സ്വഭാവമുണ്ട്, അതിൽ നിന്ന് മാറ്റം വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉറക്കം, അമിതമായ ഉറക്കം, പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ എപ്പോഴും കിടന്ന് ഉറങ്ങുക, അലസമായി ഇരിക്കുക, ക്ഷീണിതനായി കാണപ്പെടുക, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുക, അമിതമായ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, ചേഞ്ച് വരുമ്പോൾ ആണ് നമുക്ക്, ഇപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നു, ഇത് തണുത്ത വെള്ളമാണ്, അത് നമ്മൾ ഒരിടത്ത് വെച്ചിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കുന്നു, അത് ചൂടാകുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ അറിയാം ചൂടാണെന്ന്. അപ്പോൾ ആ വ്യത്യാസം, ആ ചേഞ്ച് ഉണ്ടാകുന്നത് നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അതായത് ഒബ്സർവ് ചെയ്യുക, എക്സാക്ട്ലി ഒബ്സർവ് ചെയ്യുമ്പോൾ, ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഇനി കേരള കണക്ട് ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കേരള കണക്ട്. ശരിക്കും നേരത്തെ കുറച്ച് മുന്നേ നമ്മൾ കുട്ടികളുടെ കാര്യം ഒരുപാട് ചർച്ച ചെയ്തു. ഇതല്ലാണ്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ഈ പറയുന്ന പോലെ വർക്ക് സ്ട്രെസ്സ് കാരണം ആത്മഹത്യ ചെയ്തു. അതായത് ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു, എല്ലാ രീതിയിലും ടോപ്പ് സ്കോറർ ആയിരുന്നു, പക്ഷെ ഒരു ജോലിക്ക് കയറി അവിടുത്തെ സ്ട്രെസ്സ് സഹിക്കാൻ പറ്റാതെ സൂയിസൈഡ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വേറെയും നമ്മൾ കേട്ടിട്ടുണ്ട്, വർക്ക് സ്ട്രെസ്സ് കാരണം സംഭവിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്? ഇത് എങ്ങനെ അറിയാൻ പറ്റും കൂടെയുള്ള കൊളീഗ്സിനാണെങ്കിലും? സ്ട്രെസ് ടോളറൻസ് ഇല്ലായ്മയാണ് ഇതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ടൊരു കാരണം. പിന്നീട് ഈ ശക്തമായ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടപെടലുകൾ, അതൊക്കെ നടക്കുന്ന അവസരത്തിൽ പലപ്പോഴും ഈ വികാരങ്ങളെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അതിനെ ഒരു നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പുറമായി കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ ശക്തമായ വികാരങ്ങൾ ഉണർത്തുന്ന പാട്ടുകൾ പാടുകയും ശ്രവിക്കുകയും ചെയ്യുന്ന ഒരാളിനെ എനിക്കറിയാമായിരുന്നു. അയാൾ നല്ല പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും, അപ്പോൾ വളരെ എപ്പോഴും ഹാപ്പി മൂഡിലൊക്കെയാണ് എന്നാണ് ധരിച്ചിരുന്നത്. എന്നാൽ ആ വ്യക്തി ജോലി തിരക്കിനിടയിൽ പാട്ടുകളൊക്കെ പാടുകയൊക്കെ ചെയ്യുവാനെങ്കിലും ജോലിയിൽ വളരെയധികമായിട്ട് സ്ട്രെസ് അനുഭവപ്പെട്ടിരുന്നു, വളരെ സ്ട്രെസ്സ് അനുഭവപ്പെട്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിഭാരം അദ്ദേഹത്തിന് താങ്ങാൻ പാടില്ലാത്ത തരത്തിൽ ജോലിഭാരം, അതുപോലെ ഒപ്പം തന്നെ കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതുകൂടാതെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഉണ്ടായിരുന്ന അയാൾക്ക് പിന്നെ സംശയരോഗം കാലക്രമേണ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ സംശയരോഗത്തിന് അടിമപ്പെടുകയും അതോടൊപ്പം തന്നെ അയാൾ മദ്യപാനം, ഇതെല്ലാം കൂടെ വന്നപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഒരു കാരണമായിരിക്കത്തില്ല, മൾട്ടി ഫാക്ടർ ഇതിനകത്ത് ബന്ധപ്പെട്ടു എന്ന് വരാം. കേവലം ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും കേൾക്കുന്ന ഒരൊറ്റ കാരണമേ ചിലപ്പോൾ കാണുന്നുണ്ടാവുള്ളൂ. അപ്പം മറ്റ് പല കാരണങ്ങളും ഉണ്ടാവാം ഇതോടൊപ്പം തന്നെ. അത് കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടെത്താൻ അയാളെ സഹായിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയും. ശരിക്കും പലപ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് പല രീതിയിലുള്ള ഈ പറയുന്ന പോലെ ആത്മഹത്യാ ശ്രമം നടത്തിയ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, ബീഫ്രണ്ടിങ്ങിന് തന്നെ. ശരിക്കും നമ്മൾ ഈ ഒരുപാട് ഇതുപോലെയുള്ള തോട്ട്സ് ഉള്ള ആളുകൾ ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഉണ്ടോ? നമ്മളെ തന്നെ നമുക്ക് അതൊന്ന്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ പ്രയാസങ്ങൾ എന്തായിരുന്നാലും അത് തുറന്നു പറയാനൊരു സുഹൃത്ത് ഉണ്ടാവണം. അങ്ങനെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ആർക്കും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സഞ്ജീവനിൽ ഫോൺ ചെയ്യാം, സഞ്ജീവനിൽ വിളിക്കാം. ഞങ്ങൾ ആരോടും പറയത്തില്ല, പേര് പറയേണ്ട. ഞങ്ങൾക്ക് കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നും ഈവൻ വിദേശത്തു നിന്നുകൂടെ കോളുകൾ വരാറുണ്ട്. അങ്ങനെ വി ആർ റെഡി ടു ഹിയർ.
ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. കേൾക്കാനായിട്ട് ഒരു ചെവിയല്ല, ഒരു ഹൃദയം ഉള്ള ആർക്കും ഇതിൽ സന്നദ്ധ പ്രവർത്തകരാകാം. ഞങ്ങൾക്ക് സന്നദ്ധ പ്രവർത്തകരെ ആവശ്യമുണ്ട്. കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ വന്ന് ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്യണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ ഉള്ളത് പിന്നെ അധികവും ബഹുഭൂരിപക്ഷവും റിട്ടയർ ചെയ്ത ആളുകളാണ് വോളണ്ടിയേഴ്സായിട്ടുള്ളത്. സ്റ്റുഡൻസും ഉണ്ട്, ഇല്ലെന്നല്ല. കുറേ കൂടെ വിപുലമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് താല്പര്യമുള്ളതുകൊണ്ട് കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വോളണ്ടിയേഴ്സായിട്ട് ചെറിയ അവിടെ ഇരുത്തി ട്രെയിൻ ചെയ്യിക്കും. ഒന്നിനും ഒരു പൈസ ഞങ്ങൾ ചാർജ് ചെയ്യുന്നതല്ല, യാതൊരു വിധമായ വിധത്തിലും ചാർജ് ഈടാക്കുന്നതല്ല. മനസ്സിലായി. ശരിക്കും ഇത്രയും 200ഓളം സക്സസ്ഫുൾ ആയിട്ടുള്ള കേസസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ആയിട്ട് ഫീൽ ചെയ്ത ഏതെങ്കിലും അതുണ്ടോ? നമുക്ക് അതിലോട്ട് വരാം. ഒരു കോളർ ഉണ്ട്. ഹലോ 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 നമസ്കാരം, ഇതാരാണ്? നാരായണസ്വാമി. നാരായണസ്വാമി, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ. താങ്ക് യു സാറേ. ഗുഡ് ഈവനിങ്. സ്വാമി, ഗുഡ് ഈവനിങ്. ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ ഒരു സൂയിസൈഡ് അനുഭവം ഉണ്ട്. അത് വെച്ചോണ്ട് ഞാൻ പറയുന്നത്, പിന്നീട് ഇപ്പൊ കേരളത്തിൽ കാണുന്നതും കേരളത്തിൽ ഈ സൂയിസൈഡ് ഗ്ലോറിഫൈ ചെയ്യുക. കറക്റ്റ്. അപ്പം ഒരു നിയമം കൊണ്ടുവരണം. സൂയിസൈഡ് ചെയ്യുന്നതിന് പബ്ലിക് ഫണ്ട്സ് ഒത്തിരി ചെലവാക്കുന്നുണ്ട്, അവരുടെ എൻക്വയറി പ്രൊസീജിയേഴ്സ് എല്ലാത്തിനും വേണ്ടി. ഇതിന് ചെയ്യേണ്ട എന്നാ, ഈ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ് മിനിമം റിലീജിയസ് ഫങ്ഷൻസ് കഴിഞ്ഞ് ബോഡി വല്ല പഠിക്കാൻ മെഡിക്കൽ കോളേജിൽ കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. ഇതിപ്പോ ഡെയിലി നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ട് രാവിലെ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പം ഈ ഗ്ലോറിഫൈ ചെയ്യരുത് ഇതിനെ. അങ്ങ് പറഞ്ഞത് ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് വളരെ കറക്റ്റാണ്. ഈ ഒരു സൂയിസൈഡ് നടക്കുമ്പോഴേ ആ ഒരു വ്യക്തിയോ ആ കുടുംബമോ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഒരു സൂയിസൈഡ് നടക്കുമ്പോൾ 20ലധികം ആൾക്കാർ അതുമായിട്ട് ഏതാണ്ട് 20ഓളം ആൾക്കാരെ ബാധിക്കുന്നുണ്ട് ഒരു ആത്മഹത്യ. അപ്പോൾ ഈ ആത്മഹത്യയെക്കുറിച്ച് പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലുമൊക്കെ അത് വലിയ ആഘോഷമായിട്ട്, ആത്മഹത്യ ഒരു ആഘോഷമായി എഴുതാറൊക്കെ ഉണ്ട്. ഇപ്പോഴത് കുറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇത് ഈ ഒരു നിർദ്ദേശം കൂടെ വെക്കണം. സൂയിസൈഡ് ചെയ്യുന്നവരുടെ ബോഡി ഗവൺമെന്റ് പ്രോപ്പർട്ടി ആക്കണം. അത് നിയമപ്രകാരം വരേണ്ട കാര്യമാണ്. നമുക്കിപ്പോൾ നിയമം മുഖേന മാത്രമേ സാധിക്കുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ നിയമം ഇല്ലാന്ന് എനിക്കറിയാം. അതിന് നിയമം കൊണ്ടുവരണം. അതെ അതെ, അതിന് നമുക്ക് അതൊരു അതൊക്കെ നിങ്ങളൊക്കെ അത് പ്രൊമോട്ട് ചെയ്യണം. അതൊരു ജനറൽ കോൺഷ്യസ്നസ്. എങ്ങനെയാ ഒരു 10 വയസ്സുകാരൻ സൂയിസൈഡ് ചെയ്യുന്നത്? അത് പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. 10 വയസ്സുള്ള കുട്ടി ഇന്ന് അതിന്റെ ഈ മീഡിയ വഴി നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടുന്നോണ്ടാ. ഒരു പരിധിവരെ അതുകൊണ്ട് ഇല്ലെന്നല്ല. കാരണം നമ്മുടെ വിഷ്വൽ മീഡിയ നമ്മുടെ വിഷ്വൽ മീഡിയ ഇപ്പൊ നെഗറ്റീവ്സാ പ്രൊമോട്ട് ചെയ്യുന്നത്. സ്ത്രീപീഡനം, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ്, നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സാ ഇവർ മുഴുവൻ. ആരെങ്കിലും റീസെന്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസർ ആരെങ്കിലും ഇവർക്ക് കാണിക്കാൻ പറ്റുമോ? 100% നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. മീഡിയ എല്ലാം അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഞാനിത് ഫോളോ ചെയ്യുന്നോണ്ട് പറയാ. ഇവരാരെങ്കിലും പറയട്ടെ. ഇപ്പൊ ഞാൻ പറയാം, 100 പേര് ഞാനിപ്പോ പറയാം നെഗറ്റീവ് ഇൻഫ്ലുവൻസേഴ്സ്. അതെ, നമ്മുടെ പൊളിറ്റിക്സിലും അതെ, നമുക്ക് വിഷനുള്ള ലീഡേഴ്സ് ഇല്ല. അതുപോലെ മീഡിയയില് ഇവർക്കൊരു ഇത് വേണം, കണ്ടന്റ് റെസ്ട്രിക്ഷൻ വേണം. ശരിക്കും ചേട്ടാ, ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എല്ലാ രീതിയിലും വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു സോ മച്ച് ചേട്ടാ, എൻ്റെ ഒരു വിഷനും അതുപോലെ തന്നെ അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം പറഞ്ഞതിൽ. അപ്പോൾ ഫാമിലിയിലും കൂടെ അങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഒരുപാട് വിഷമത്തോടെയും കൂടെ സംസാരിച്ചാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ ഒരു രോക്ഷാകുലനായിട്ടും കൂടെയാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിലോട്ട് തിരിച്ചു വരാം. അതായത്
ഈ പറയുന്ന നേരത്തെ നമ്മൾ ഈ 200ഓളം പേരെ കൺസൾട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കേസ് ഉണ്ടായിട്ടുണ്ടല്ലോ, അതിൽ ഏറ്റവും സ്ട്രഗിൾ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? 1-2 കേസുകളല്ല. ഒന്ന്, ഒരു കോഴിക്കോട് മലബാർ ഏരിയയിലുള്ള ഒരു വീട്ടിൽ ഒരു പയ്യൻ, അവന് എൻട്രൻസിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻട്രൻസിൽ ആദ്യത്തെ വർഷം എഴുതി കിട്ടിയില്ല, രണ്ടാമത്തെ വർഷം എഴുതി. വീട്ടുകാരിങ്ങനെ നിർബന്ധിച്ച് അവൻ്റെ മേലിൽ ധാരാളമായിട്ടുള്ള പ്രഷറൈസ്, നീ ഇത് പാസ്സായില്ലേ എന്ത് ചെയ്യും, പാസ്സായില്ലേ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരു വലിയ നിർബന്ധവും നല്ല സമ്മർദ്ദവും ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ കുട്ടിക്ക് അത് താങ്ങാനുള്ള പ്രാപ്തിയില്ല. എനിക്ക് 50 കിലോഗ്രാം എൻ്റെ കയ്യിൽ താങ്ങാൻ പറ്റുള്ളൂ എങ്കിൽ, വെയിറ്റ് താങ്ങാനൊക്കെ ഉള്ളെങ്കിൽ എനിക്ക് 51 കിലോഗ്രാം തന്നാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതാണ് എനിക്ക് ധാരാളമായിട്ടുള്ള സ്ട്രെസ് എനിക്ക് തരുന്നത്. അപ്പോൾ സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. ഗോള് പേരൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഗോളായിരിക്കാം ഒരുപക്ഷെ ഒരു പരിധിവരെ. പേരൻസൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന സമ്മർദ്ദം, അത് കൂടിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടി പെട്ടെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് കാപ്പി ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പുതിയ വീട് അവർ പണിയുന്നുണ്ടായിരുന്നു. ആ വീടിൻ്റെ അവിടേക്ക് പോയി. അവിടെ നിന്ന് പഠിക്കുകയാണെന്ന് അമ്മ ധരിച്ചു. അതിൻ്റെ ഇളയ അനുജനെ പറഞ്ഞു വിട്ട് നീ പോയി വിളിച്ചുകൊണ്ട് അവനെ കാപ്പ് കുടിക്കാൻ വിളിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു വിട്ടു. ഈ കുട്ടി അവിടെ ചെല്ലുമ്പോഴേക്കും ഈ മൂത്ത ആൾ തൂങ്ങി നിൽക്കുകയാണ്. പെട്ടെന്ന് നിലവിളിയൊക്കെ ചെയ്തു, പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. അത് കണ്ടതോടുകൂടി ഈ രണ്ടാമത്തെ ആളിന് വലിയ വിഷമം. ആ കുട്ടിയെ കൊണ്ട് അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു. അമ്മയ്ക്കും ഈ ഓർമ്മകൾ അല്ലെങ്കിൽ ഈ ചിന്തകളിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. ഇളയ ആളിനും ഇപ്പോൾ പറയുന്നത് എനിക്ക് ചേട്ടൻ്റെ കൂടെ പോകണം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഇതിൽ അപ്പോൾ അവരോട് നമ്മൾ സംസാരിച്ചിട്ട് അതിൻ്റെ കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അതിന് ലോങ് ടൈം പ്രോസസ്സ്. അതൊരു നല്ല രീതിയിൽ അവരെ മനസ്സിലാക്കിയെടുത്ത് കൊണ്ടുവരേണ്ട ഒരു പ്രത്യേക നിലപാടിലൂടെ പോയാലേ പറ്റുള്ളൂ. ചിലപ്പോൾ അവരെ തെറാപ്പിക്കോ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സിൻ്റെ റെഫർ ചെയ്യേണ്ടി വരും. മനസ്സിലായി. ശരിക്കും ഈ മറ്റൊരു കാര്യം കേട്ടിട്ടുള്ളത്, നമ്മൾ പണ്ടത്തെ കാലത്ത് കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവർ ചെറിയ ശിക്ഷ കൊടുക്കും, അല്ലെങ്കിൽ വഴക്ക് പറയും, അടിച്ച് വളർത്തും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു സോഫ്റ്റ് പാരൻറ്റിങ് ആണ് പുതിയ ജനറേഷൻ സ്വീകരിക്കുന്നത്. അത് കുറച്ചും കൂടെ നമ്മുടെ വിദേശത്ത് നിന്നൊക്കെ വന്നൊരു രീതിയാണ്. പക്ഷെ അവിടുത്തെ റിസർച്ചുകളിൽ നിന്നും മനസ്സിലാക്കുന്ന ഈ സോഫ്റ്റ് പാരൻറ്റിങ് കഴിഞ്ഞ് സൊസൈറ്റിയിലോട്ട് എത്തുന്ന അഡൾട്ട്സ് ആകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഈ നേരിടാൻ, അതായത് ഭയങ്കരമായിട്ട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ നേരിടാൻ, അല്ലെങ്കിൽ ഒരു വലിയൊരു പ്രശ്നം വന്നാൽ നേരിടാൻ, സ്ട്രെസ്സ് നേരിടാനുള്ള കഴിവില്ലാണ്ടായി മാറുന്നു എന്ന്. അതായത് അത്ര സോഫ്റ്റ് ആയിട്ടാണ് അവർ. അപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നും അവർക്ക് നേരിടാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മൾ അത് കാരണം ആത്മഹത്യാ ശ്രമങ്ങൾ കൂടുന്നു. അതായത് വളരെ ഡെലിക്കേറ്റ് ആയി പോകുന്നു മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റും ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പോൾ ശിക്ഷ കൊടുക്കാമോ ഞാൻ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ശബ്ദമുയർത്തി സംസാരിക്കാമോ, അത് ജസ്റ്റ് ഈ പറയുന്ന പോലെ സോഫ്റ്റ് പാരൻറ്റിങ് എന്നുള്ള രീതിയിൽ തന്നെ പോകണോ, അങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ഇതുപോലുള്ള ആത്മഹത്യാ ശ്രമങ്ങൾ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ വളർത്തുമ്പോൾ തന്നെ എങ്ങനെയാണ് അവരെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ പറ്റുന്നത്? അത് സ്ട്രെസ് ടോളറൻസ് ഇല്ലായ്മ അതൊരു ഘടകമുണ്ട്. അതേസമയം നമ്മൾ ശിക്ഷ കൊടുക്കുമ്പോഴേ ആ കുട്ടിയെ ശിക്ഷിക്കുമ്പോൾ ആ കുട്ടിയുടെ ശിക്ഷ എന്ന് പറയുന്നത് പലപ്പോഴും ചെയ്യുന്നത് നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ശിക്ഷിക്കുന്നു. കുട്ടിയെ അടിക്കുന്നത് എൻ്റെ ആ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇന്നതാണ് നീ ചെയ്തത്, ഇന്ന തെറ്റാണ്, അതിന് ഇന്ന ശിക്ഷ നീ അർഹിക്കുന്നതാണ്, അതെന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് തെറ്റ് ചെയ്തതെന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തിയാൽ കുട്ടി ഒരുപക്ഷെ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാൻ പോലും തയ്യാറാവും. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതാണ് തെറ്റെന്ന്. ആ തെറ്റാണോ ശരിയാണ്, കുട്ടി കൺഫ്യൂസ്ഡാണ്. കുട്ടി എപ്പോഴും കൺഫ്യൂസ്ഡാണ്. എന്തിനാണ് ഞാൻ അതിനകത്ത് ട്രാൻസാക്ഷൻ അനാലിസിൽ പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ
യു ആർ ഓക്കെ പൊസിഷനിലാണ് കുട്ടി നിൽക്കുന്നത്. I-U+ലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്. കുട്ടി തന്നെ അന്താളിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് തെറ്റ് ചെയ്തത്. കുട്ടി ഐ ആം നോട്ട് ഓക്കെ പൊസിഷനിലാണ് നിൽക്കുന്നത്. പേരൻസ് ഓക്കെ പൊസിഷനുമാണ്. അപ്പോൾ കുട്ടി എപ്പോഴും ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള പൊസിഷനിൽ എത്തിച്ചേരുന്ന ഒരു ബാലൻസ്ഡ് സിറ്റുവേഷൻ വന്നാൽ മാത്രമേ അതിനൊരു സൊല്യൂഷനിലേക്ക് വരാനും എടുക്കാനും പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഇഷ്ടം പോലെ കേൾക്കുന്ന കാര്യമാണ് ഈ ദാമ്പത്യ ജീവിതത്തിലെ ഇഷ്യൂസ്. അതിൽ പുറമെ നമ്മുടെ സ്ത്രീധനം ഇതുപോലുള്ള കാര്യങ്ങളിലും ഈ ആത്മഹത്യ വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ആത്മഹത്യ നമ്മൾ കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഫേസ് ചെയ്തിട്ട് ബീഫ്രണ്ടിങ്ങിന് വന്ന എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? അതായത് കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ നിന്നുള്ള പ്രശ്നം കാരണം സൂയിസൈഡ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയുള്ള കേസസൊക്കെ വന്നിട്ടുണ്ട്, വിവിധങ്ങളായിട്ടുള്ള കേസസ് വന്നിട്ടുണ്ട്. അത് ശരിക്കും മാനസികമായിട്ട് കറക്റ്റ് ചെയ്യുന്നതിന് പകരം ശരിക്കും ആ ചുറ്റിനുള്ള സിറ്റുവേഷൻസ് മാറേണ്ടതല്ലേ? സിറ്റുവേഷൻസ് മാറണം, അവർക്ക് അവയർനെസ് കൊടുക്കണം. പിന്നെ എങ്ങനെ നമുക്ക് ആ വ്യക്തിക്ക് തന്നെ എങ്ങനെ സിറ്റുവേഷനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്ന ഒരു അച്ഛൻ ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു, ഭർത്താവിൻ്റെ അമ്മയുണ്ട്. ആ വീട്ടിലെ താമസത്തിൻ്റെ ഇടയിൽ അവരുടെ വീട്ടിലെ ഇടപെടലിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവപ്പെട്ട ആ സ്ത്രീ വന്ന് സംസാരിച്ച്. അപ്പോൾ അവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തു നിങ്ങൾ അമ്മായിയമ്മ ഇങ്ങനെയാണ്. അപ്പോൾ അവരോടുള്ള ഒരു നിലപാടിൽ വ്യത്യാസമായിട്ടുള്ള നിലപാട് ഇവർ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യത്യാസങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് യുക്തമായി അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിക്കണം. അത് അത്രയേ ഉള്ളൂ. നിസ്സാര കാര്യമാണെന്ന് വിചാരിക്കേണ്ട. അത് അവരുടെ ബിഹേവിയർ അതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ബിഹേവിയറിനെ എങ്ങനെ മറികടക്കാൻ കഴിയും എന്നുള്ളതൂടെ പരസ്പര ചർച്ചയിലൂടെ ആവാം. പിന്നീട് മറ്റ് പല രീതിയിലും അതിനെ കോപ്പ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പേഷ്യൻ്റുമായിട്ടാണല്ലോ സംസാരിക്കുന്നത്, ഈ ഇഷ്യൂ ഉള്ള ആളുമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. പലപ്പോഴും ആ ഒരാൾക്ക് മാത്രം കഴിയുന്നതായിരിക്കില്ല ഈ സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലാതെയും ഇടപെടുമോ? അതായത് എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ചിലപ്പോൾ ഫാമിലി മെമ്പേഴ്സുമായിട്ട് സംസാരിക്കേണ്ടി വരും. അങ്ങനെ പ്രൊസീജിയർ ഫാമിലിയെ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള കേസിൽ ഫാമിലിയും ചേർത്ത് സംസാരിക്കാവുന്നതാണ്. പ്രധാനമായിട്ട് ആരാണോ നമ്മുടെ മുമ്പ് വരുന്ന വ്യക്തി, ആ വ്യക്തിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആ വ്യക്തിയോടാണ് കൂടുതലും, ആ വ്യക്തിക്കാണ് റിലീഫ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ റിലാക്സേഷൻ കൊടുക്കേണ്ട ആ വ്യക്തിക്കാണ്. അതേസമയം മറ്റേ ആളും ഐഡൻറ്റിഫൈഡ് പേഷ്യൻ്റ് എന്ന് പറയും. ആ ആളും പേഷ്യൻ്റാണ്. ഞങ്ങളുടെ ഭാഷയിൽ അത് പേഷ്യൻ്റ് എന്ന് പറയത്തില്ല, ആരോ നമ്മുടെ കൂടെ വരുന്ന ഒരു കോളർ. ആ കോളറുടെ ആയിട്ട് ബന്ധപ്പെട്ട മറ്റാളുകളോട് ആയിട്ട് സംസാരിക്കുന്നതിന് പ്രേരിപ്പിച്ച് അവരുമായിട്ട് സംസാരിക്കാറുണ്ട്. ഓക്കെ. ഈ ചില സമയങ്ങളിൽ ഇപ്പോൾ ഡിപ്രഷൻ ഉള്ളവർ വരുമല്ലോ. അപ്പോൾ ഈ ശരിക്കും ക്ലിനിക്കൽ ഡിപ്രഷൻ ആണോ അല്ലാണ്ട് നമ്മൾ കൗൺസിലിങ്ങിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് തിരിച്ചറിയുക പൊതുവെ? അത് എക്സ്പീരിയൻസ് കൊണ്ട് പ്രായോഗികമായ പരിചയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഡിപ്രഷനാണ്, അത് ട്രീറ്റ്മെൻറ്റ് വേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ്രണ്ടിങ്ങിൽ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫസ്റ്റ് എയ്ഡ്, ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി ഗിവ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ്. ആക്ച്വലി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആർക്കാണോ അവരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത് അവരിലേക്ക് നമ്മൾ ചാനലൈസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൈക്കാട്രിക് ഡോക്ടർ കാണേണ്ട ഒരു കേസാണ് എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരെ അതിന് സജ്ജമാക്കി ഡോക്ടറെ കാണാൻ അവരെ പ്രേരിപ്പിക്കുക. അതാണ് ചെയ്യുന്നത്. കൗൺസിലിംഗ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണാനാണെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, അവരെ സജ്ജമാക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്യൂട്ടി, ബീഫ്രണ്ടിങ് ചെയ്യുന്നവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഗിവിങ് ഇമോഷണൽ ഫസ്റ്റ് എയ്ഡ്. പെട്ടെന്ന് ഇമ്മീഡിയറ്റ് പിന്നെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്ന ഒരാളിനെ അല്ലെങ്കിൽ അതിലേക്ക് പോകുന്ന ആളിനെ പെട്ടെന്ന് ആളിനെ അതിൽ നിന്നൊന്ന് മാറ്റി വിടുതൽ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനമായ ലക്ഷ്യം. അതാണ് ബീഫ്രണ്ടിങ്ങും കൗൺസിലിങ്ങും തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻ്റ് എടുത്ത് പണം കൊടുത്ത് അല്ലെങ്കിൽ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ എന്ന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ് ഒരു കൗൺസിലർ കൗൺസിൽ ചെയ്യാൻ ഇരിക്കുന്നത്. എന്നാൽ ബീഫ്രണ്ടിങ്ങിൽ അതില്ല. ഏത് സമയത്തും വിളിക്കാം,
ഒരു സുഹൃത്താണ്. ആ ഒരു സുഹൃത്തിനോട് ഇന്ന സമയത്ത് സംസാരിക്കാവുന്നില്ല, ഏത് സമയത്തും ആ സുഹൃത്തിനോട് സംസാരിക്കാം. സുഹൃത്ത് അത് കേൾക്കുന്നു, അതിന് എന്താണെന്ന് വെച്ചാൽ പരിഹാര നിർദ്ദേശം അവർക്ക് അവരിലൂടെ തന്നെ പരിഹാരം കണ്ടെത്താനായിട്ട് അവരെ സഹായിക്കുന്നു. യു ജസ്റ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. അങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എന്നാൽ കൗൺസിലിങ്ങിലാണെങ്കിൽ പലതരം കൗൺസിലിംഗ് ഉണ്ട്. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഉണ്ട്, അല്ലാത്ത കൗൺസിലിങ്സ് ഉണ്ട്, തെറാപ്പീസ് ഉണ്ട്. ഇതൊന്നും ഡിഫറൻറ്റിൽ ഞങ്ങൾ ചെയ്യാറില്ല. അതിന് കൗൺസിലിങ്ങിന് അറിയാവുന്നവർ അതിലേക്ക് അവർക്ക് ഡയറക്റ്റ് ചെയ്യും. ശരിക്കും ഈ പേരൻസിനെ പോലെ തന്നെ ടീച്ചേഴ്സിനും വലിയൊരു ഇൻഫ്ലുവൻസ് കുട്ടികളുടെ ലൈഫിലുണ്ട്. നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് തിരിച്ചു വരാം. ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ആരാണ്? ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമോ നന്നായിട്ട്? ഓക്കെ, കുറച്ചു. ഓക്കെ, കുറച്ചു. ഓക്കെ, ഇതാരാണ്? പേരെന്താണ്? എന്താണ്? ഗംഗാധരൻ. ഓക്കെ ഓക്കെ ഓക്കെ, ചേട്ടാ സംസാരിച്ചോളൂ. ഓക്കെ മേഡം, എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നതാണ്. സംഭവിച്ചിട്ടാണെങ്കിലും തറച്ചിലല്ലാതെ മനുഷ്യനിപ്പം ജീവിക്കാൻ പറ്റാൻ ആത്മഹത്യയല്ല ചെയ്യും. ഞാൻ വിളിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് 63 വയസ്സായി. അത് കോർപ്പറേഷനിൽ വാർദ്ധക്യ പെൻഷൻ എഴുതി കൊടുത്തു. പക്ഷെ ഇതുവരെ ഞാൻ പാസ്സായില്ല. ചെറിയ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഒരു AC വെച്ചിരുന്നു വീട്ടിൽ ചൂട് കൂടിയിട്ട്. AC ഉള്ളവർക്ക് വാർദ്ധക്യ പെൻഷൻ കൊടുക്കില്ല എന്നാണ്. അപ്പൊ അതിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജീവിക്കാൻ മാർഗമില്ല. എന്ത് ചെയ്യും? ഹലോ, സാറേ ഒരു പരിഹാരം പറയും, എന്താ ചെയ്യേണ്ടതെന്ന്. ഫിനാൻഷ്യൽ സ്ട്രഗിളിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്നത്. പെൻഷൻ കിട്ടുന്നില്ല, AC ചൂട് കാരണം AC വെച്ചു. AC ഉള്ളവർക്ക് വാർദ്ധക്യ പെൻഷൻ കിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ലേ? മനസ്സിലായി. ഞാൻ പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ എങ്ങനെ നേരിടും എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു മെന്റൽ സ്ട്രെസ്സിനെ പറ്റിയാണ് പറയുന്നത്, ജീവിക്കാൻ. അതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. പല ഘടകങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് വളരെ ദീർഘമായിട്ട് സംസാരിക്കും. ഒറ്റ വാചകത്തിൽ അതിന് നമുക്കൊരു മറുപടി പറയാൻ സാധ്യമല്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു ഫിനാൻഷ്യൽ ഉപദേശമാണ് ചോദിച്ചത്, പക്ഷേ അതല്ല ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഓക്കെ, നേരത്തെ സംസാരിച്ച കാര്യം ടീച്ചേഴ്സിന് വളരെ വലിയൊരു പങ്കുണ്ട് കുട്ടികളുടെ ലൈഫിൽ. അപ്പോൾ ഈ സ്കൂളിൽ ഇപ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കുട്ടികളിലെ ഇതുപോലെ പറഞ്ഞ പോലെ മാറ്റങ്ങൾ ഇപ്പോൾ ഒരുപാട് കുട്ടികളുണ്ടാവും. ഇപ്പം ഒരു മാതാപിതാക്കൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന പോലെ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഒരു ടീച്ചറിന് എങ്ങനെ ഈ കുട്ടികളിൽ നല്ല ഇതുപോലുള്ള തോട്ട്സ് ഉണ്ടാവാതിരിക്കാൻ ടീച്ചറിന് എങ്ങനെ ബിഹേവ് ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചർ എന്തൊക്കെ ശ്രദ്ധിക്കണം? ടീച്ചേഴ്സ് പൊതുവെ ഇപ്പോഴുള്ള അധികം ടീച്ചേഴ്സും അവരൊക്കെ അവരുടെ ട്രെയിനിങ് പീരീഡിൽ അവർ ചൈൽഡ് സൈക്കോളജി ഒക്കെ പഠിക്കുന്നവരാണ്. എന്നാൽ അവർ കുറച്ചുകൂടെ താല്പര്യമെടുത്ത് കുട്ടികളുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കറണ്ട് റിയാലിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുകയും കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു മെൻ്റൽ ഹെൽത്ത് കൊടുക്കത്തക്ക രീതിയിൽ അവയർനെസ് പ്രോഗ്രാംസ് സ്കൂളുകളിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അധ്യാപകർക്കും കുട്ടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടും. അങ്ങനെയാണ് ഇപ്പോൾ പലയിടത്തും സ്കൂളിൽ മെൻ്റൽ അവയർനെസ് ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ അധ്യാപകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്നുള്ള ടീം സെൻറ്റേർഡ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തഡോളജി ഉപയോഗിച്ചിട്ട് അതൊരു ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ് TCI എന്ന് പറയുന്നത്. ആ TCI വേയിൽ പല ക്ലാസ്സുകൾ കൊടുക്കുകയും അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് പല വിധത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട്. ട്രാൻസാക്ഷൻ അനാലിസിസ് കൗൺസിലിങ്സ് ഉണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ്സുകളിൽ അധ്യാപകർക്കും ട്രെയിനിങ് കൊടുക്കാവുന്നതാണ്. ഞങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഏഷ്യാനെറ്റും കൂടെ ചേർന്നുകൊണ്ട് പല സ്കൂളുകളിൽ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധ്യാപകർ വന്നാൽ മതി, പങ്കെടുത്താൽ മതി. വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവാണത്.
ശരിക്കും ഈ ടീച്ചേഴ്സ് തന്നെ നോക്കുകയാണെങ്കിൽ പല ക്യാരക്ടേഴ്സ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. ചിലർ ശരിക്കും ഹരാസ് ചെയ്യുന്ന കാണാം കുട്ടികളെ ക്ലാസ്സിൽ. ഹരാസ് ചെയ്യുന്നവരുണ്ട്, ഈ പാർഷ്യാലിറ്റികളുണ്ട്, കമ്പയർ ചെയ്യുന്നവരുണ്ട്, പല രീതിയിലുള്ള സ്വഭാവങ്ങളുണ്ട് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ തന്നെ. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുമ്പോഴൊക്കെ അറിയാം. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഈ ഒരു ആത്മഹത്യാ പ്രവണത കൂട്ടില്ലേ ഇത്തരത്തിലുള്ള ബിഹേവിയറും കാര്യങ്ങളും ഒക്കെ? അവിടെ വരുമ്പോൾ ഒരു വിശാലമായിട്ട് പറയേണ്ടതാണ്, ഈച്ച് പേഴ്സൺ ഈസ് യുണീക്ക്. അതെ, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. എന്നാൽ വ്യത്യസ്തരാകുമ്പോൾ തന്നെ സമന്മാരാണെന്നൊരു ചിന്തയിലൂടെ അവരുടെ എന്താണോ വ്യത്യാസങ്ങൾ അവരിൽ വരുത്തേണ്ടത്, ആ ബിഹേവിയർ ചേഞ്ച് ആളിന് മാറ്റം വരുത്തേണ്ട ആൾ വിചാരിച്ച് അവരിൽ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടായാൽ മൊത്തത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കാൻ വരും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഈ പറയുന്ന പോലുള്ള ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യും. അവർക്കും വീട്ടിൽ പ്രശ്നങ്ങൾ കാണും. വീട്ടിലെ പ്രശ്നങ്ങൾ, എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ധാരാളമുണ്ട്. വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കും പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അതായിരിക്കാം ഇവിടെ പിന്നെ സ്കൂളിൽ വരുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തിയിട്ടായിരിക്കില്ല, അവിടുത്തെ പ്രശ്നങ്ങളുമായിട്ടാണ് ഒരു അധ്യാപകനോ അധ്യാപികയോ സ്കൂളിലേക്ക് വരുന്നത്. ഒരുപക്ഷെ അധ്യാപകൻ്റെ കുട്ടികളുടെ പ്രശ്നമായിരിക്കാം, വീട്ടിൽ അല്ലെ അധ്യാപകൻ്റെ സ്പൗസിൻ്റെ പ്രശ്നമായിരിക്കാം, അത് ബോയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു അയൽവക്കക്കാരനുമായിട്ടുള്ള പ്രശ്നമായിരിക്കും. ഈ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു വല്ലാത്തൊരു സെറ്റപ്പിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് ഫ്രീ ആയിട്ട് ഒരു ഓട്ടോണമി സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ അതിനെക്കുറിച്ച് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു സെൽഫ് ചേഞ്ച് വരണം. അതാണ് അവരിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ടൈം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രേക്ഷകരോട് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുണ്ടെന്നുണ്ടെങ്കിൽ? നിങ്ങൾക്ക് മറ്റൊരാളിനെ സഹായിക്കാൻ, ആത്മഹത്യയിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ആവശ്യപ്പെടുന്നവരെ, സഹായം ആവശ്യപ്പെടുന്നവരെ സഹായിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സുണ്ടെങ്കിൽ സഞ്ജീവനിയിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങളിലേക്കോ വോളണ്ടിയേഴ്സ് ആകാൻ ശ്രമിക്കുക. കേരളത്തിൽ 5 സെൻറ്ററുകളാണിപ്പോൾ ഉള്ളത്. ഇത് ബീഫ്രണ്ടേഴ്സ് ഇൻ്റർനാഷണലിൻ്റെ കൊടുക്കയിലുള്ള ബീഫ്രണ്ടേഴ്സ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ 14 സെൻറ്ററുകളുണ്ട്. അതിൽ 5 കേരളത്തിലാണ്. എന്തുകൊണ്ട് ഈ കൊച്ചു കേരളത്തിൽ 5 ഉണ്ടായി എന്ന് തന്നെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യകത എത്രമാത്രം കൂടുതലുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ വോളണ്ടിയേഴ്സായിട്ട് വരാൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരത്ത് സഞ്ജീവിനി, എറണാകുളത്ത് മൈത്രി, പിന്നീട് കോഴിക്കോട് ലൈഫ് ലൈൻ ബ്രിഡ്ജ്, പാലായിൽ ഒരു മനസ്സെന്ന ഒരു ഉണ്ട്, പിന്നെ പറവൂർ ഒരു സെൻറ്ററുണ്ട്. അപ്പോൾ ഈ 5 സെൻറ്ററുകൾ ഇന്ന് കൊച്ചു കേരളത്തിലുണ്ട്. ഏതെങ്കിലും സെൻറ്ററിലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ വോളണ്ടിയേഴ്സ് ആകുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. നിങ്ങളുടെ സഹായം മൂലം ഒരു ജീവനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. ഒരു ജീവനെങ്കിലും നിങ്ങൾ മുഖേന രക്ഷപ്പെടുത്താൻ നിങ്ങളതിനൊരു ഒരു ടൂളായി വരാമെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് എന്ന് മാത്രം പറയാം. താങ്ക് യു സോ മച്ച് സർ. ശരിക്കും ഇന്ന് നമ്മൾ സംസാരിച്ച ഈ വിഷയം എന്ന് പറയുന്നത് ഒരുപാട് പേര് കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ് സംസാരിച്ചതും. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നല്ലൊരു സുഹൃത്തിനോട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഇത്തരത്തിലുള്ള തോട്ട്സ് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. എല്ലാവർക്കും നല്ല ഫ്രണ്ട് കിട്ടണമെന്നില്ല, അത്രയും ബ്ലെസ്ഡ് ആവണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ പറയുന്ന പോലെ ബീഫ്രണ്ടിങ് സെൻറ്റേഴ്സ് ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ആ ഒരു സിഗ്നൽ കൊടുക്കുക, നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ട് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് സർ. ഇതുപോലെ മറ്റൊരു വിഷയവും അതുപോലെ മറ്റൊരു ഗസ്റ്റുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.